അടിപൊളി ചിക്കൻ നല്ല നല്ല നിറമൊക്കെ ഉണ്ട് അഞ്ചു. കണ്ടാ ചൂട് പറഞ്ഞ സ്വന്തം വീട്ടിലുണ്ടാക്കിയ പൊറോട്ട. പൊറോട്ട പുള്ളി നല്ല അടിപൊളി ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയ വലിയ പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ലാഭമൊന്നും അറിയത്തില്ല. എങ്കിലും നിങ്ങൾ ജസ്റ്റ് കണ്ടുപോകാം, നന്നായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയാലോ ബിഞ്ചു? അടുക്കളയിലോട്ട് പോവാം, ബാ. അപ്പൊ നമ്മള് കുക്കറിലോട്ട് കിടക്കുകയാണ്, പൊറോട്ട അടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ അതിന് മുമ്പ് മാവ് കുഴച്ച് വെക്കണം. മൈദമാവ് കേട്ടോ, നല്ല നൈസായിട്ടുള്ള മൈദമാവ് 1 കിലോ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കുഴയ്ക്കാൻ പാകത്തിന്. അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയും സംഭവങ്ങളൊന്നുമില്ല, പഞ്ചസാരയും ഉപ്പും വെള്ളവും പിന്നെ പാമോയിലും മാത്രം മതി. ഇത്ര സാധനം വെച്ചിട്ടാണ് പൊറോട്ട ഉണ്ടാക്കണം. നല്ല അടിപൊളി മുരിഞ്ഞ രുചിയുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുഴയ്ക്കണമെങ്കിൽ ആദ്യമായിട്ട് ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ അത് നമുക്ക് ഇടാം. ഈ പഞ്ചസാര ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മൊരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ആവശ്യത്തിന് കേട്ടോ, ശകലം മതി. അത്ര ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതിന് നമ്മൾ ഉപ്പും പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നവരായിട്ട് കേട്ടോ. ആണ്ടവാ, ഇംഗ്ലീഷ് ശരിയാവണേ. ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ ഒരു പ്രാവശ്യം പൊറോട്ട അടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, പാളിപ്പോയതുകൊണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ഷൂട്ടാണ്. അതിന്റെ വിഷ്വല് കാണിച്ചു കൊടുക്കണോ? വേണ്ട, അന്ന് ഈ സാധനം പരത്തിയിട്ട് പരക്കുന്നുമില്ല, ഇങ്ങനെ വട്ടി പോലെ ഇരിക്കുകയാണ്. ഭയങ്കര വെച്ചാലൊരു വാശി, എന്തായാലും പൊറോട്ട അടിച്ച് കാണിച്ചേ അടങ്ങും. എവിടെ പോയാലും ആദ്യം പൊറോട്ട മേടിച്ച് കഴിക്കുന്ന ആളാണ് സ്വന്തമായി പൊറോട്ട ഉണ്ടാക്കൽ യജ്ഞത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു വികാരമാണ്. അത് പൊറോട്ട ഇല്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് ഇല്ലാത്ത ഏതൊരു രാജ്യം പോലും ഉണ്ടാവും. കടുവകൾക്ക് ബീഫ് കൊടുക്കാത്ത പോലെ കടുവകൾക്ക് പുല്ലാ ശരിക്കും കൊടുക്കേണ്ടത്. കടുവകൾ പുല്ല് വളർന്നു ജീവിയാണ്. പുല്ല് വളർന്നു പിന്നെ പുല്ല് ഓ, ഞാൻ ഇതിനു മുമ്പ് അപ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കും കേട്ടോ. ചിക്കൻ കറി വെക്കും. അതെ, ചിക്കൻ കറി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വില ഉണ്ടാക്കട്ടെ. പിന്നെന്താ, ചിക്കൻ കറി ഉണ്ടാക്കും, കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടാക്കും. ചില സമയത്ത് ചിലപ്പോൾ ശരിയാകും കേട്ടോ, ചിലപ്പോൾ പാളിപ്പോവും. പാളലെന്ന് പറഞ്ഞിട്ട് 1.5 പാളായിരിക്കും. പിന്നെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, പന്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിലൊന്നുമല്ല, നമ്മൾ പിന്നെ റെസിപ്പി എവിടെയെങ്കിലും നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. സ്വന്തമായിട്ടുള്ള കൈക്രിയകളൊന്നും നമ്മൾ ഇല്ല. പിന്നെ മുട്ട പൊരിക്കും കേട്ടോ, സൂപ്പറായിട്ട് മുട്ട പൊരിക്കും. ശരിയാ, മുട്ട അടിക്കാൻ നല്ല. പിന്നെ എന്താ, ഈ കറികളില്ലാണ്ടിരിക്കുമ്പം നമ്മളിപ്പോൾ ഈ ജോലിക്കൊക്കെ പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കുറെ കറികളൊക്കെ എനിക്ക് ഉണ്ടാകാറിയാം. അല്ല, ഞാൻ ഒരു പ്രാവശ്യം സാമ്പാർ ഉണ്ടായിരുന്നു, നല്ല രസമുള്ള സാമ്പാർ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. സാമ്പാർ നല്ല രസമായിട്ട്, അതായത് നമ്മുടെ എന്താ വെങ്കായ സാമ്പാർ എന്ന് പറയില്ലേ തമിഴ്നാട്ടില്, അതുപോലെ ഇച്ചിരി അധികം ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഇച്ചാന്റെ സാമ്പാർ. ഉള്ളി അധികമായി പോയതാ, അതല്ലായിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒട്ടുമുട്ടും സ്വാഭാവികം. നമ്മൾ ഇത്ര ആക്കിയ സ്ഥിതിക്ക് ഇത് നമുക്ക് സൗകര്യത്തിന് കുഴയ്ക്കാൻ സൗകര്യത്തിന് നമുക്ക് പാത്രം ഒഴിവാക്കിയിട്ട് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. പുറത്തെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പൊറോട്ട അടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് നല്ല നീറ്റായിരിക്കണം, നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ച പ്രതലമായിരിക്കണം. ഓക്കെ, നല്ല മലയാളമൊക്കെ ഒന്നുണ്ടെങ്കിലോ, പ്രതലം എന്നൊക്കെ തറ. ഇതാണ് മാവ് ഇങ്ങോട്ടേക്ക് എടുത്ത് കുഴച്ച് കൂട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് പാമോയിൽ ഇവിടെ ഒഴിക്കണം. എന്നാലും നമുക്ക് ആ ഒരു ഇവിടെ പിടിച്ചിരിക്കാണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിപ്പിടിക്കും. അപ്പം ശകലം പാമോയിൽ. ജയൻ കുതിരയുടെ മേത്ത് എണ്ണ തോന്നുന്നത്
ശരപഞ്ചരത്തിൽ ചെയ്യണം. അപ്പം ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. നല്ല കുഴച്ച് തേക്കാം. എന്നോടുള്ള ദേഷ്യം, എല്ലാവരോടുള്ള ദേഷ്യം ഇനി ആ പൊറോട്ടയുടെ മാവിനോട് തീർക്കാൻ പോവുകയാണ്. ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണ് കേട്ടോ. നീ ഒന്നും തിന്നണ്ടടി, നിന്നൊക്കെ തീറ്റിക്ക. ഇതിങ്ങനെ തേച്ച് കൂട്ടുന്നതാണ് അതിന്റെ മയം കിട്ടാൻ ഇതെന്ന് നമ്മളോട് ബാബുച്ചേട്ടൻ പറഞ്ഞായിരുന്നു. അതേ അറിയുള്ളൂ. ഇനി ഞങ്ങൾ ചേർന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മയം കിട്ടി. അതെ, ഇത് കണ്ടിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ എന്നെ പണിക്കെടുത്താൽ മതിയായിരുന്നു. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ എന്നെ പണിക്ക് വിളിക്കുമായിരിക്കും. എനിക്ക് പറക്കുന്തളികയിലെ സലിംകുമാറിന് ഓർമ്മ വരും. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കല ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മുടെ മാവ് ഏകദേശം പരുവമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും ഒരു പരുവമായിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ട അടിക്കുന്നവരെ സമ്മതിച്ചില്ലേ? പിന്നെ ഭയങ്കര ശാരീരികമായിട്ട് അധ്വാനം കൊണ്ടൊരു ഭക്ഷണ കലയാണ് പൊറോട്ട അടി. തിന്നുന്ന പോലെ അത്ര എളുപ്പമല്ല സാര. പൊറോട്ട തിന്നാനത്ര എളുപ്പമൊന്നുമല്ല. ഒരു കൈ ചുട്ടിക്കൂട്ടി ലെയറൊക്കെ വലിച്ച് പൊട്ടിച്ചെന്ത് കഷ്ടപ്പാടാ അറിയാം. എല്ലാ പ്രാവശ്യം കഷ്ടപ്പാടായതുകൊണ്ടാണോ നിങ്ങൾ പൊറോട്ട തന്നെ കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കണേ കുറച്ച് കഷ്ടപ്പാടൊക്കെ വേണം, അല്ലാതെ ചുമ്മാ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളമായി ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായില്ലേ? യെസ്. എനിക്കൊക്കെ നല്ല മയം ഉണ്ടോ, നല്ല പതുത്തിരിക്കും. ഓക്കെ, നല്ല ഉരുട്ടി ബോളാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെൻ്റെ പോയ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല മയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പോരാ മിഞ്ചു? യെസ്. ഓക്കെ, അപ്പം ഇനി ഈ പാത്രം എടുക്കുക. പാത്രത്തിൽ കുറച്ച് ഓയിൽ അടിയിൽ തേച്ച് നമ്മൾ വെക്കണം. ഇതൊരു ഒട്ടി പിടിക്കാണ്ടിരിക്കണം കേട്ടോ, ഒട്ടി പിടിക്കില്ല അവിടെ. യെസ്. എന്നിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ശകലം ഓയിൽ തേച്ച് ഇങ്ങോട്ട് പിടിപ്പിച്ച് ഉണങ്ങി പോയിരിക്കാം മാവ്. കാരണം നമ്മളിത് എന്ത് ചെയ്യാൻ പോവുകയാണ്? അട്ടിക്കാൻ പോകണം. അല്ല, പൊറോട്ട ഉണ്ടാക്കാൻ പോകണം. അല്ല, മൂടി വെക്കാൻ പോകണം. ഇത് ഏകദേശം കുറച്ച് സമയം ഇവിടെ മൂടി വെക്കണം. ഇത് കറക്റ്റ് എൻ്റെ പാകമാവണം. മാവ് ഒരിച്ചിരി പൊങ്ങി വരുന്ന അവസ്ഥയിൽ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് ഇവിടെ വെക്കണം. വെക്കാന്ന് പറയുമ്പം ഇതിങ്ങനെ ഓയിൽ തേച്ച് വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ തോർത്ത്, നല്ല വൃത്തിയുള്ളൊരു തുണി അതിൻ്റെ മേലെ വെക്കണം. ഒരു ശരാശരി നനവുള്ള ഒരു തോർത്ത്, നല്ല നനച്ച് പിഴിഞ്ഞെടുത്തൊരു തോർത്ത് അതിൻ്റെ മേലേക്ക് മൂടി. നല്ലൊരു തുണി, നല്ല വൃത്തിയുള്ള വെള്ളത്തുണി മൂടി വെച്ചേക്കാം. അപ്പോൾ ഇനി 1 മണിക്കൂർ ഇതേ സമയമുണ്ട്. ഇനി അവിടെ റെഡിയാവുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇവൻ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് അങ്ങ് സെറ്റാവട്ടെ. അപ്പം അവൻ സെറ്റാവുന്ന സമയത്ത് നമുക്ക് പിഞ്ചുവിൻ്റെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കോഴിക്കറി ഉണ്ടാക്കാം. എന്താ പിഞ്ചു, റെഡി അല്ലേ? യെസ്, കം ഓൺ. അപ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ കറി ഉണ്ടാക്കാം. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി എൻ്റെ സ്റ്റൈലാണ്. അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സാധാരണ നന്നാവാറുണ്ട്, ഇതെന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഞാൻ വലിയ എക്സ്പെർട്ട് കുക്ക് ഒന്നുമല്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. താങ്ക് യു. സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതിങ്ങനെ പറയുന്നൊന്നുമില്ല. ജസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഒരു സ്പീഡ് ചിക്കൻ കറി കുക്കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് എത്തിച്ചു. നമുക്ക് ഉരുളി വെക്കാം. ഇൻഡാര്യത്തിൻ്റെ ഉരുളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നല്ല കിടുവായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിടാം. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നൊക്കെ ഇടാം. കുറച്ച് പച്ചമുളക് നല്ല പൊള്ളി വരണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട്.
ചെറിയ മുറിച്ചിൽ വന്നതിന് അപ്പോഴാണ് കറക്റ്റ് പാകം. ഇനി ഒരു 2 സവാള, അതായത് ഞങ്ങളുടെ വെല്ലുള്ളി. നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 2 തക്കാളി അരച്ചത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഇളക്കാം. തീ കുറച്ച് വെക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എരിവ് ഓരോരുത്തരനുസരിച്ച്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, ചിക്കൻ മസാല. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ, അല്ലാതെ തന്നെ കറി നന്നാവാറുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ വിട്ട് തുടങ്ങി. ഇനി അതിനകത്തുനിന്ന് പതുക്കെ പാത്രത്തിൽ പിടിക്കാൻ തുടങ്ങും. അതാണ് കറക്റ്റ് പാകം. മസാല നന്നായിട്ട് മൂത്തു. ഒരു ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല ചിക്കൻ്റെ ഏകദേശം കഷ്ണങ്ങളിലൊക്കെ പിടിച്ചു എന്നുള്ളൊരു പരുവാകുമ്പം ജസ്റ്റ് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ഇതിനകത്ത് വെള്ളം ഉണ്ടാവും, അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. മസാലയൊക്കെ എല്ലാത്തിലും ഒന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ചൂടാക്കിയ വെള്ളമാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പം മസാലയുടെ ചുവയൊക്കെ ചെറിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇച്ചിരി വേവാനുള്ള വെള്ളം വേണം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്കിത് വെന്ത് കഴിയുമ്പോൾ അധികം ചാറ് വേണ്ട. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കറിവേപ്പിനും കൂടെ മുകളിൽ വിതറാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് സെറ്റായിട്ടുണ്ട്. അടിപൊളി ചിക്കൻ നല്ല നിറമൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കറിയിൽ ഞാൻ എപ്പോഴും തേങ്ങാപ്പാലൊന്നും ചേർക്കാറില്ല. ഇങ്ങനെ തന്നെയാണ്. തേങ്ങാപ്പാൽ ചേർക്കേണ്ടാത്തവർക്ക് ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു കറിയാണ് അല്ലേ? അതാണ് എൻ്റെ വിശ്വാസം. ഒരു 1/2 മുറി തേങ്ങയുടെ പാല്. മേ സെറ്റായിട്ടോ? കറി സെറ്റായില്ല പിഞ്ചു? കറി സെറ്റായി. ഇനി നമുക്ക് പൊറോട്ടയുടെ ബാക്കി പരിപാടി നോക്കാം. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിഞ്ചുന്റെ കറി സക്സസ് ആയി. ഇനി എന്റെ പൊറോട്ട ഇവിടെ മൂടി വെക്കാം. പൊറോട്ട കൂട്ടി തട്ടാം. ആയിക്കോട്ടെ. അപ്പോൾ കുക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ മാറി മാറി നിന്ന് ഷൂട്ട് ചെയ്യുവാണ്. ഇനി എൻ്റെ ടൈം കഴിഞ്ഞു. ഇനി ഇച്ചാൻ്റെ ടൈം. നെക്സ്റ്റ് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ പൊന്തിച്ച് നോക്കാം. അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പൊടിച്ചിട്ടൊന്നുമില്ല. നല്ല തക്കട് മുണ്ടൻ താറാവായിട്ട് വന്നിട്ടുണ്ട്. താറാവോ? ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മൾ പൊറോട്ട അടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കുറച്ച് ഓയിലൊഴിച്ച് സെറ്റാക്കി വയ്ക്കും. എന്നില്ലേ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ ഇതിന് ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ട്, നിനക്ക് ബുദ്ധിമുട്ട്. മാവ് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വയ്ക്കുക അല്ലേ. പിന്നെ നമുക്ക് എന്താക്കാന്ന് അറിയാം, ഇത് ഇങ്ങനെ ബോൾ പിടിച്ച് വെക്കണം, ഓരോരോ ബോളുകളായിട്ട് പിടിച്ച് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് അങ്ങ് നീട്ടുക. ബോളുകളായിട്ട് പിടിച്ചിങ്ങെടുക്കണം. ഒരു ബോള്, രണ്ട്, നമ്മുടെ അവസാനത്തെ ബോളി പിടിച്ചു വെച്ചു. ഇനി ശകലമുണ്ട്, അത് നമുക്ക് ഇവന്മാർ ചെറിയ ഒമാരുടെ ഇതിലും കൂടെ കൂട്ടാം. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് ശകലം ഓയിൽ പുരട്ടി, ഞാൻ ചിരിക്കുന്നത്, ഓയിൽ പുരട്ടിയിട്ട് അങ്ങ് മൂടി വെക്കണം. അതേ തോർത്ത് വെച്ച് തന്നെ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് അങ്ങ് മൂടി വെക്കണം. 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൊറോട്ട അടിക്കാൻ തുടങ്ങണം. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാന, ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. ഇച്ചിരി പൊട്ടലും വീഴലൊക്കെ വന്നേക്കാം, അന്ന് കാര്യമാക്കണ്ട കേട്ടോ. എങ്ങനെയാലും അവസാനം ഞാൻ പൊറോട്ട അടിച്ച് കാണിച്ചു തരും. ഓക്കെ, ഒരു ബോൾ എടുക്കുക, നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങോട്ട് വെക്കുക, നല്ലൊരു സ്ഥലം നോക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾ പരത്തുക, നല്ല ഉഷാറായിട്ട് പരത്തി എടുക്കുക. ഇതിലുണ്ടല്ലോ ഇപ്പം തന്നെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ മയത്തിൽ ഇത് എങ്ങനെ പിടിക്കുക കേട്ടോ, അങ്ങനെ പിടിച്ചിട്ട് പിടിക്കുക. കീറിപ്പോയെങ്കിലും അവസാനം ഞാനത് ഒരു വലിച്ചിലെത്തിക്കും. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നല്ല മുറിച്ച് ഇനി ബാക്കി പോർഷൻ ഉണ്ടല്ലോ കുറച്ചും വലിക്കുക. പൊറോട്ടയ്ക്കുള്ള പാകത്തിന് റെഡിയാക്കി വെക്കുക. പൂവ് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ 1 ആയിട്ടുണ്ടോ, നമ്മളവിടെ വെച്ചു. ഇതിപ്പോ ഇങ്ങനെ ആക്കി തന്നെ മുഴുവൻ പരക്കൂലോ, അടിച്ച പൊട്ടിപ്പോ. പക്ഷെ എന്നാലും ഒത്തിരി വൃത്തിക്ക് അടിച്ചായിരുന്നു കേട്ടോ. എന്നാലും അറിയില്ലാത്ത വ്യക്തി എന്ന നിലയിൽ ഇത് ക്ഷമിച്ചു കൊടുക്കാം അല്ലേ, കുഴപ്പമില്ല. മാക്സിമം കയറിയിട്ടുണ്ട്, ഇനി മതി. ഓക്കെ, ഇപ്പം 2 നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു പൂവായിട്ട് നമ്മൾ പിടിച്ചു വെച്ചു. ഓക്കെ, സെറ്റ്. പിഞ്ചോ നെക്സ്റ്റ് കുറച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പാടുപെട്ടെങ്കിലും ഭയങ്കര ഭംഗിയൊന്നുമില്ല കേട്ടോ പൊറോട്ട അടിക്കുന്നതിന്. ഏതെങ്കിലും നല്ല രസമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. വിരിയട്ടെ, അങ്ങനെ വിരിയട്ടെ. ലാസ്റ്റ് കേട്ടോ, യെസ്, എന്നാലാവും വിധം ഒരു തട്ടിക്കൂട്ട് പൊറോട്ടയ്ക്കുള്ള സാധനം ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്.
ഇനി ഈ സാധനം എടുത്ത് അടിച്ച് പരത്തി ചട്ടി ചൂടാക്കി ചട്ടി ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന പരിപാടി. എന്നിട്ട് ടക്ക ടക്ക അടിച്ച് കോഴിച്ചാരം കൂട്ടി നമുക്ക് കട്ടിക്കാൻ പാം. ഇപ്പം നമുക്ക് കല്ലല്ല ഒരു ചട്ടി ചൂടാക്കി പറഞ്ഞിട്ട് ഹോം സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് എന്താ ഓരോ പൂവ് നമുക്ക് എടുത്തിട്ടങ്ങ് പൊറോട്ട സ്റ്റൈലിലങ്ങ് വട്ടം അടിക്കാം. എന്നിട്ട് നേരെ എടുത്തുകൊണ്ട് പോയിട്ട് അതിങ്ങടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. വലിപ്പം കുറവുണ്ടാവും, നമുക്ക് ക്ഷമിക്കുക. ഇങ്ങനെ മറച്ച് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. നല്ല പൊറോട്ടയുടെ മണം വരുന്നുണ്ടോ അഞ്ചു? ചെറുതായി. ആ റെഡി അല്ലേ? ലുക്കൊക്കെ വന്നു തുടങ്ങി. എന്നെ പെണ്ണടാ സമാധാനായി. അല്ലെങ്കിൽ ഉറങ്ങണ്ടായിരുന്നു. വർക്ക് മോശമാണ്, ലുക്കൊക്കെ ഉണ്ട്. വർക്ക് കുഴപ്പമില്ലായിരുന്നു, നാളെ എത്ര ആയില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പൊറോട്ട ആയിട്ടുണ്ട്, അതെടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് നമുക്ക് അടിക്കാം. എന്നിട്ട് അതിൻ്റെ ലെയറൊക്കെ നല്ല രസമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒറ്റ അപ്പം പോലെ ഇരിക്കുന്നത്, അത് ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിയിട്ട് ഇപ്പോൾ നല്ല ലെയറായി അതിലെ പൊട്ടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒത്തല്ലേ? ആ കുഴപ്പമില്ല. കണ്ട ഓക്കെ അല്ലേ? ലെയറൊക്കെ ഇങ്ങനെ പൊട്ടി വിരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോഴാണ് പൊറാട്ടയത് ഉഷാർ. ആ ലെയർ കണ്ട മരങ്ങനെ, ലെയർ. നെക്സ്റ്റ് അങ്ങനെ നമ്മളിതാ അവസാനത്തെ പൊറോട്ടയും സെറ്റായി കണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, 3 എണ്ണം അടുപ്പിച്ച് ഒന്നിച്ചടിക്കാൻ. കണ്ടാ ചൂട് പറഞ്ഞ സ്വന്തം വീട്ടിലുണ്ടാക്കിയ പൊറോട്ട. അങ്ങനെ ഈ പൊറോട്ട നാടകം ഇവിടെ അവസാനിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ട അടിച്ച രീതിയൊക്കെ കുറേയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവസാനം നമ്മൾ കിട്ടിയപ്പോൾ ശരിക്കും ഹോട്ടലിൽ കിട്ടുന്ന നല്ല ആവി പറക്കുന്ന ലെയറൊക്കെ ഉള്ള നല്ല കിട്ടിലും പൊറോട്ടയായിട്ട് വന്നിട്ടുണ്ടെന്ന് അത് തോന്നുന്നത്. കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ച് നോക്കാൻ ഡാഡിനെ വിളിക്കാം അല്ലേ? അതെ, ഡാഡി നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കി തോന്നുന്നു. അതെ. അപ്പോൾ അവസാനത്തെ പ്രാവശ്യം ഡാഡിനെ കൊണ്ട് കഴിപ്പിക്കണം. അതുകൊണ്ടൊന്നും നമ്മൾ വിളിച്ചിട്ട് വരാം. നല്ല ആവി പറക്കണ ചൂടുള്ള ചിക്കൻ കറി, പിന്നെ പൊറോട്ട, നല്ല ലെയറുള്ള പൊറോട്ട. പൊറോട്ട ഇങ്ങനെ എടുക്കുക, ചൂടാറിയിട്ടില്ല എപ്പോഴുണ്ട്. 2 പൊറോട്ട അങ്ങനെ ഒഴിക്കുക, പിന്നെ മേലോട്ട് ഇങ്ങനെ ഒഴിക്കുക, ഇച്ചിരി ചാറ് കൂടെ ഒഴിക്കുക. ഇപ്പോൾ ഡാഡി ടേസ്റ്റ് നോക്കിയോ? ഡാഡി 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഡാഡി നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് ഡാഡി നോക്കിയിട്ട് പറയും. എന്തായാലും പൊറോട്ട ഇച്ചിരി നല്ലതെന്ന് പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പൊറോട്ട നന്നായിട്ട് ഇതളായിട്ട് വിട്ടു വരുന്നുണ്ട്, അതിന്റെ റൗണ്ടൊക്കെ. ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി പറയാം. സത്യമായും പൊറോട്ട കുറ്റം പറയാനില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഒരല്പം കൂടെ മുരിഞ്ഞു വരാനുണ്ടായിരുന്നു. കുഴപ്പമില്ല വര വെച്ച് കുറച്ച് ഡാൽഡ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത്തരത്തിലുള്ള ഒന്നും ചേർത്തിട്ടില്ലല്ലോ, മുട്ടയും ചേർത്തിട്ടില്ല,
മുട്ടയും ഡാൽഡ ഇതിനകത്ത് വരാനുള്ള ഡാൽഡ ചേർക്കുമ്പോൾ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയും. പൊറോട്ട സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ ചില ചായക്കടയുടെ ഭാഗത്തൂടെ പോകുമ്പോൾ പൊറോട്ട ഇവിടുന്ന് അതുപോലെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും പൊറോട്ടയ്ക്ക് സ്വാഭാവികമായിട്ടും. ഇത് കുഴപ്പമില്ല. പിന്നെ കറിയെന്ന് നോക്കട്ടെ. കറി കൊള്ളില്ലെന്നോ നന്നായിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ കഴിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല കറിയാണ്. ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാനിന്ന് വൈകുന്നേരം അത്താഴത്തിന് കറി വെക്കാനൊന്നും മേടിച്ചിട്ടില്ല. എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമായിരുന്നു. അന്നേരം ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കറിയുടെ മണം വന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പോഴാണ് പൊറോട്ടയും ബീഫും ഒക്കെ ആണെന്നത്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പൊറോട്ടയും ചിക്കനും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല കറിയും പൊറോട്ടയും അത്യാവശ്യം ഒപ്പിക്കപ്പെട്ടു. അത് നന്നായിട്ടുണ്ട് ഒരുവിധം. ഓ ശരി, എല്ലാവർക്കും താങ്ക്സ്. നന്നായിട്ട് കറി കൂട്ടി ഞാൻ 2 പിടിക്കട്ടെ. അപ്പൊ ഉഷാറായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയുടെ വിശേഷങ്ങളോ? ഇന്ന് അധികം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എപ്പൊ തുടങ്ങിയ പണിയെന്ന് അറിയുന്നുണ്ടോ? പുറത്ത് രാത്രി വൈകുന്നേരം 4 മണി തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് രാത്രി വീഡിയോ 8 മണിക്ക് ഇടാന്നുള്ള കണക്കൂട്ടിലായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശം നടന്നിട്ട് അതുകൊണ്ട് ഇച്ചിരി താമസിക്കും. സാരമില്ല. ഓക്കെ, അപ്പൊ നാളെ തൊട്ട് ഞങ്ങൾ നന്നായിക്കോ. ഓക്കെ, അപ്പം പുതിയൊരു വിഭവമല്ല, പുതിയൊരു കാര്യവുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക.